ബി.ജെ.പി. വി.ഡി.ജെ.എസ് സീറ്റ് വിഭജനത്തിൽ തർക്കം തുടരുന്നു. കുമ്മനം രാജശേഖരന്റെ നേതൃത്വത്തിൽ ബി.ജെ.പി. നേതാക്കൾ തുഷാർ വെള്ളാപ്പള്ളിയുമായി നടത്തിയ ചർച്ചയിൽ തീരുമാനമായില്ല. അതേസമയം ബി.ഡി.ജെ.എസിനെ ഉൾപ്പെടുത്തി എൻ.ഡി.എ കേരള ഘടകം രൂപീകരിക്കാൻ ധാരണയായി. സീറ്റ് വിഭജനത്തിൽ ബി.ഡി.ജെ.എസ് നിലപാടിൽ ഉറച്ചുനിന്നതോടെയാണ് ചർച്ചയിൽ തീരുമാനമാകാഞ്ഞത്. ഇതോടെ ബി.ജെ.പി. ബി.ഡി.ജെ.എസ് സീറ്റ് വിഭജന ചർച്ചകൾ തുടരും. പ്രാരംഭ ചർച്ചകൾ മാത്രമാണ് നടന്നതെന്നും തുടർ ചർച്ചകളിൽ തീരുമാനമുണ്ടാകുമെന്നും തുഷാർ വെള്ളാപ്പള്ളി പറഞ്ഞു. ഞങ്ങൾ കോമൺ ആയിട്ടുള്ള കാര്യങ്ങളും അതിൻ്റെ ഇപ്പോൾ ഞങ്ങൾക്ക് ഏതൊക്കെ സീറ്റുകൾ വേണം അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു കോമൺ ചർച്ച മാത്രമേ ഉണ്ടായിരുന്നു. അതിനൊരു സ്പെസിഫിക് ആയിട്ട് ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളും ചർച്ച ചെയ്തിട്ടില്ല. ബി.ജെ.പി. മുൻ സംസ്ഥാന അധ്യക്ഷൻ വി മുരളീധരൻ മത്സരിക്കാൻ ഒരുങ്ങുന്ന കഴക്കൂട്ടം നിയോജക മണ്ഡലം ഉൾപ്പെടെ ബി.ഡി.ജെ.എസ് ആവശ്യപ്പെട്ടതായാണ് സൂചന. അതേസമയം ബി.ഡി.ജെ.എസിനെ ഉൾപ്പെടുത്തി എൻ.ഡി.എ കേരള ഘടകം രൂപീകരിക്കാൻ തീരുമാനിച്ചതായി വി മുരളീധരൻ പറഞ്ഞു. KPMSലെ ഒരു വിഭാഗത്തെയും എൻ.ഡി.എയിൽ ഉൾപ്പെടുത്തും. ഇതിനിടെ എൻ.ഡി.എയുടെ കേരള ഘടകത്തിലേക്ക് കൂടുതൽ പാർട്ടികൾ വരുമെന്ന് തുഷാർ വെള്ളാപ്പള്ളി പ്രതീക്ഷ പ്രകടിപ്പിച്ചു. അതേസമയം എൻ.ഡി.എയുടെ കേരള ഘടകം ഇന്ന് പ്രഖ്യാപിക്കുമെന്ന് ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരൻ പറഞ്ഞു. എൻ.ഡി.എ എന്ന് പറയുന്ന സംവിധാനം ഇവിടെ തന്നെയുണ്ട്. പുതുതായിട്ട് ബി.ഡി.ജെ.എസും കൂടെ എൻ.ഡി.എയിൽ വരികയാണ്. പല കക്ഷികളായിട്ട് നേരത്തെ തന്നെ ചർച്ച നടന്നു കഴിഞ്ഞതാണ്. ഇനി ഔദ്യോഗികമായിട്ട് എൻ.ഡി.എയുടെ ഒരു മീറ്റിംഗ് നടക്കും. ബി.ഡി.ജെ.എസിന് എത്ര സീറ്റുകൾ നൽകണമെന്ന കാര്യത്തിൽ ഇന്ന് ചേരുന്ന ബി.ജെ.പി. സംസ്ഥാന കമ്മിറ്റി യോഗം തീരുമാനമെടുക്കും. റിപ്പോർട്ടർ, തിരുവനന്തപുരം.